കുഞ്ഞിച്ചോ മീനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കൊമിക്. സോ നമ്മൾ ഇന്ന് മുതൽ നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിന്റെ സീസൺ 1 എപ്പിസോഡ് 1 ആണ്. ഗൈസ്, ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ് നമ്മൾ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം, അതിൻ്റെ പോൾ ഞാൻ എൻ്റെ പോസ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എന്തായാലും പോയി വോട്ട് ചെയ്യുക. ചാപ്റ്റർ 1 മുതൽ വേണോ അതോ സീസൺ 1 കഴിഞ്ഞ് വേണോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അതെന്തായാലും ഒന്ന് വോട്ട് ചെയ്തേക്ക്. എന്തായാലും സോളോ ലെവലിംഗ് റാഗ്നറോക്ക് ഒരു 40 ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു മാസത്തിനിടക്ക് തന്നെ നമുക്ക് തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ് മോർ ദാൻ 200 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതെന്തായാലും കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് എന്തായാലും സോളോ ലെവലിംഗ് റാഗ്നറോക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിലേക്ക് കടക്കാം. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എടുത്തു പറയാൻ ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്തായാലും സോളോ ലെവലിംഗിന്റെ എല്ലാ വീഡിയോസും കണ്ടെന്ന് എന്തായാലും ഉറപ്പെടുത്തുക. അതായത് സീസൺ 1 സീസൺ 2 ആനിമയും പിന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സീസൺ 3 സീസൺ 4 ആൻഡ് സീസൺ 5 എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട്. എന്തായാലും ചെക്കൗട്ട് ചെയ്തിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം, നമ്മുടെ സീരീസ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം. സോ സപ്പോർട്ട് ഉണ്ടെന്ന് എന്തായാലും താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. കാര്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോ ഇടാൻ നേരത്ത് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ എല്ലാ ദിവസവും 5 മണിക്കായിരിക്കും നമ്മൾ സോളോ ലെവലിംഗ് റാഗ്നറോക്ക് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഔട്ടർ ഗോഡ്സ്, ദി ആബ്സൊല്യൂട്ട് എൻറ്റിറ്റീസ്, ഇവരാണ് ന്യൂമറസ് ആയിട്ടുള്ള യൂണിവേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തത്. അതും ഏൻഷ്യൻ ടൈം മുതൽ തന്നെ. അവരെല്ലാവരെയും നമ്മളൊരു പേര് വിളിച്ചിരുന്നു, സുപ്രീം ബീങ്സ്. ഈ സുപ്രീം ബീങ്സ് ഇതേപോലെ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് അവിടെ ലൈഫും ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ അവിടെ പുതിയ പുതിയ ജീവനുകൾ വരാൻ തുടങ്ങി. അവിടെ പുതിയ പുതിയ നിയമങ്ങൾ വരാൻ തുടങ്ങി. എങ്കിലും ഈ ഒരു എൻലെസ് ആയിട്ടുള്ള സർക്കിൾ കാരണം തന്നെ അവർക്ക് അവസാനം ചെറിയൊരു മടുപ്പും തോന്നി തുടങ്ങി. എന്നാൽ ഈ മടുപ്പ് മാറ്റാൻ അവരൊരു വഴി കണ്ടുപിടിച്ച്. അത് യുദ്ധമായിരുന്നു. അവരുടെ ക്രിയേഷൻസ് തമ്മിലുള്ള ഒരു വലിയൊരു യുദ്ധം. സുപ്രീം ബീങ്സിനെ വെച്ച് നോക്കാനകത്ത് ഈ ഡിസ്ട്രക്ഷൻസ് എന്നൊക്കെ പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതും ചെറുതായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമായിരുന്നു. എന്നാലും ഈ ന്യൂമറസ് ആയിട്ടുള്ള ക്രിയേഷൻസ് തമ്മിലുള്ള ആ ഒരു യുദ്ധം മുന്നോട്ട് പൊക്കൊണ്ടേയിരുന്നു. പലരും മരിച്ചു, പലരും പുനർജനിച്ചു. എന്നിട്ട് അതിങ്ങനെ നിർത്താതെ മുന്നോട്ട് പൊക്കൊണ്ടേയിരുന്നു. ഈ ഒരു ഇവന്റ് നെസസറി ആയിരുന്നു. കാര്യം സുപ്രീം ബീങ്സിന്റെ ബോർഡം മാറ്റാൻ വേണ്ടി നെസസറി തന്നെയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അത് സംഭവിച്ചത്. ഒരു സുപ്രീം ബീങ് തൻ്റെ ക്രിയേഷൻ്റെ കൈകൊണ്ട് മരണപ്പെട്ടിരിക്കുന്നു. എല്ലാം നോക്കിക്കാണ്ട ആൾ തന്നെ തൻ്റെ ക്രിയേഷൻ്റെ കൈകൊണ്ട് മരണപ്പെട്ടിരിക്കുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയായിരുന്നു. ഇതറിയുന്ന ബാക്കിയുള്ള സുപ്രീം ബീങ്സ്, അതായത് ബാക്കി ഡയമെൻഷനുള്ള ഹയർ ഗോഡ്സ് എല്ലാവരും അവിടെ ഗ്യാദർ ചെയ്തു. ഈ ഒരു യൂണിവേഴ്സിൻ്റെ ചുറ്റിനും വന്നു. അങ്ങനെ മാസ്റ്റർ ഇല്ലാത്ത ആ ഒരു ലോകത്തിനെ അവർ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ തൻ്റെ ഫെല്ലോ സുപ്രീം ബീങ് മരിച്ചതല്ലായിരുന്നു അവരെ അലട്ടിയ കാര്യം. ആ ഒരു ഓണറില്ലാത്ത ആ ഒരു ലോകം ആര് ആദ്യം കൈവശപ്പെടുത്തുമെന്നായിരുന്നു അവരെല്ലാവരും ആലോചിച്ചുകൊണ്ടിരുന്നത്. ആരായിരിക്കും ഇനി ആ ലോകത്തിൻ്റെ മാസ്റ്റർ എന്നാണ് അവരെല്ലാവരും ആലോചിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലോകം കീഴ്പ്പെടുത്താൻ അവരെങ്ങനെ തീരുമാനിച്ചു. പിന്നെ കാണിക്കുന്നത് സുഹോനാണ്. അവൻ പറയുന്നുണ്ട്, എടാ നിങ്ങളറിഞ്ഞോ, എനിക്ക് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ആർട്സിലേക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുമോ? ഞാനെന്തായാലും അവിടേക്ക് പോകുവാണ്. എന്ത്, നീ കള്ളമല്ലേ പറയണത്? നിന്നെപ്പോലെ ഇതിന് എങ്ങനെയാണ് ആർട്സ് കിട്ടിയത്? എടാ ചുമ്മാ പറയില്ലേടാ, സത്യമാണ്. ഞാൻ എന്തായാലും ഇടയ്ക്ക് പോകാൻ പോവാണ്. അയ്യോ, ഞാനിനി അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമോ? ഈ സമയത്താണ് ഒരുത്തൻ അവിടേക്ക് വന്നിട്ട് പറയുന്നത്, സുഹോ കൺഗ്രാറ്റ്സ്, ഞാൻ കേട്ടു നിനക്ക് ആർട്സിലേക്ക് അഡ്മിഷൻ കിട്ടിയെന്ന്. പക്ഷേ നീ ഇത്ര നന്നായിട്ട് പടം വരയ്ക്കുമെന്ന് എനിക്കറിയാൻ മേലായിരുന്നു സുഹോ. സങ്ചുൾ നീയായിരുന്നോ? ഞാൻ നിന്നോട് 1000 തവണ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേര് സങ്ചുൾ എന്നല്ല, എൻ്റെ പേര് രി ഇൻചുൾ എന്നാണ്. ഓ അതാണോ? ഞാനൊരു കാര്യം പറയാം, നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഈ സ്കൂൾ എനിക്ക് ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കാഞ്ഞത്. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, ഞാൻ ഒറ്റൊരുത്തൻ കാരണമാണ് നീ ഇന്നും സേഫായിട്ട് ഇവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള വഴക്ക് വീണ്ടും തുടങ്ങുവാണ്. സുഹോനെ നമ്മുടെ ലീ ഒരു ഇട്ട് വെച്ച് കൊടുക്കാൻ പോയപ്പോൾ തന്നെ സുഹോ ചാടി അവൻ്റെ മുഖത്ത് നോക്കി ഒരു കിടിലൻ അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുവാണ്. നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്യാറായി, നമുക്ക് ഇനിയെങ്കിലും മര്യാദക്കൊന്നും ഗ്രാജുവേറ്റ് ചെയ്താൽ പോലെ. പക്ഷേ സുഹോ ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം അവന് ഒന്നും തന്നെ പറ്റിയിട്ടില്ല. അവൻ പറയുന്നുണ്ട്, ഇതെന്താണ്? അതൊട്ടും വേദനിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ തിരിച്ചൊരു പഞ്ച് ചെയ്യുവാണ്. സുഹോ അത് ഡോഡ്ജ് ചെയ്യുന്നുണ്ട്. സുഹോ താഴെ വീണ് കിടക്കുന്നതാണ് ശരിക്കും ഞെട്ടിയത്. ഇവൻ പഞ്ച് ചെയ്ത ലീയും ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം അവിടെ ഒരു വലിയൊരു ഹോൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവൻ്റെ പഞ്ചിൽ നിന്ന് മാത്രം. ഇവൻ ലീക്കും അവിടെ എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുഹോനാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ 2nd ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോഴാണ് അവൻ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ദൂരെ ഒരുത്തൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവിടെ നടത്താനിരുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും അടുത്ത ബിൽഡിങ്ങിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ എല്ലാവരും അങ്ങോട്ട് പോകുക. അവനായിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ 2 പേർ പറയുന്നുണ്ട്, സോ എത്ര നേരമായി ഹണ്ടേഴ്സ് അകത്തേക്ക് പോയിട്ട്? സാർ, ഏകദേശം 8 മണിക്കൂറോളമായി. ഇതൊരു ഡി റാങ്ക് ഗേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അവരെപ്പോൾ വേണമെങ്കിലും തിരിച്ചിറങ്ങാവുന്നതേ ഉള്ളൂ. അങ്ങനെ വീണ്ടും ഒരു ഗേറ്റ് വന്നിരിക്കുകയാണ്.
ചുരുക്കം പറഞ്ഞ 3 വർഷത്തിന് മുമ്പാണ് ഗേറ്റ്സ് ഇവിടെ അപ്പിയർ ആകാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ലോകം പൂർണ്ണമായും മാറിപ്പോയി. ആ ഗേറ്റിൻ്റെ അകത്ത് പാത്വേസ് ആയിരുന്നു ഡഞ്ചൻസിലേക്കുള്ള. അതിൻ്റെ അകത്ത് കുറച്ചധികം മോൺസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. ഒരു നിശ്ചിത സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മോൺസ്റ്റേഴ്സ് പുറത്തേക്ക് വരും. ആ ഒരു സമയത്ത് തന്നെ മറ്റുള്ളവർക്കും ചെറിയ മാറ്റമുണ്ടായി. എടുത്തു പറഞ്ഞാൽ മനുഷ്യർക്ക് അവർക്ക് മാന കിട്ടാൻ തുടങ്ങി. അങ്ങനെ അവരെ അവേക്കൺ പീപ്പിൾസ് എന്ന് അറിയാൻ തുടങ്ങി. ഈ ലോകം ഇത്ര ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് ചെയ്ത സമയത്താണ് അത് സംഭവിച്ചത്. ഒരു അവേക്കൺ പേഴ്സൺ വു ജിൻസുൽ അവനൊരു ഹണ്ടർ അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് കുറച്ചധികം ഹണ്ടേഴ്സിന് ജോലിയും കൊടുത്തു. ഈ ഹണ്ടേഴ്സ് എന്ന് പറയുന്നത് അവേക്കണിലുള്ള പേഴ്സൺസ് ആയിരുന്നു. അവരാണ് ഇതേപോലത്തെ മോൺസ്റ്റേഴ്സിനൊക്കെ ഫൈറ്റ് ചെയ്യുന്നത്. ഇന്ന് ഈ ലോകം രണ്ടായിട്ട് തരംതിരിഞ്ഞിട്ടുണ്ട്. ഒന്ന് അവേക്കൺ പേഴ്സൺസും, രണ്ട് നോൺ അവേക്കൺ പേഴ്സൺസും. ചുരുക്കം പറഞ്ഞാൽ ഉറുമ്പിനെ പോലെ നിരങ്ങിപ്പോയി റിവാർഡ്സ് മേടിക്കുന്നവരുണ്ട്, അത് ഈസിലി ഗ്രാബ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഈ ഉറുമ്പുകൾക്ക് എത്രയൊക്കെ പറഞ്ഞാലും ഒരു ലിമിറ്റുണ്ട്. അവർക്കൊരിക്കലും ഒരു അവേക്കൺ പേഴ്സൻ്റെ അടുത്തേക്ക് എത്താൻ പോലും സാധിക്കത്തില്ല. അതൊരു ഈ റാങ്ക് അവേക്കൺ പേഴ്സൺ ആണെങ്കിൽ അവരുടെ ഇടയിലുള്ള ആ ഒരു ഡിഫറൻസ് വളരെ വലുത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹണ്ടേഴ്സ് ഇല്ലെങ്കിൽ ഇവിടെ ആർക്കും സർവൈവ് ചെയ്യാൻ സാധിക്കത്തില്ല. ഹണ്ടേഴ്സ് ഇല്ലെങ്കിൽ ഈ ഗേറ്റ്സ് ക്ലോസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഈ ഗേറ്റ് ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഈ ലോകം ഉറപ്പായിട്ടും നശിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു അവേക്കൺ പേഴ്സൺ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നോൺ അവേക്കൺ പേഴ്സൺസിന് ഇവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ തിരിച്ചാണെങ്കിൽ അങ്ങനെയല്ല. ഞങ്ങളുടേത് ആവശ്യം പോലുമില്ല ഒരു അവേക്കൺ പേഴ്സൺസിന് സർവൈവ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഹണ്ടേഴ്സിനെ വളരെയധികം നന്നായിട്ടാണ് കാണുന്നത്. കാര്യം അവരുള്ളത് കൊണ്ട് മാത്രമാണ് എന്നെ പോലെയുള്ള നോൺ അവേക്കൺ പേഴ്സൺസിന് ഇന്ന് ഈ ലോകത്ത് പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ ഇപ്പോഴും എന്തോ ഒരു ഫീലിംഗ് ഉണ്ട്, എന്തോ ഒന്ന് അടയാത്ത പോലെ. എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ല. കാര്യം എൻ്റെ പാരൻസിനെ കാണാതായി, എൻ്റെ സർവൈവലിങ് ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തായി. എനിക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തോ എൻ്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു ഞാൻ എൻ്റെ അച്ഛനെ എപ്പോഴും റെസപ്ലൻസ് ചെയ്യുമെന്ന്. പക്ഷേ എൻ്റെ അച്ഛൻ ഈ ഒരു സിറ്റുവേഷനിലാകുന്ന നേരത്ത് എന്ത് ചെയ്യുമായിരുന്നു? പെട്ടെന്നായിരുന്നു ആ ഒരു സൗണ്ട് അവൻ കേൾക്കുന്നത്. സുഹോ അവൻ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. അതവൻ്റെ ടീച്ചറായിരുന്നു. നീ ഇന്ന് നന്നായിട്ട് ഫോക്കസ് ചെയ്യുവാണല്ലോ, നീ എന്താണ് ഈ വരയ്ക്കുന്നത്? എനിക്ക് പറഞ്ഞൂടാ, ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നിയതുപോലെ ഇങ്ങനെ വരച്ചതാണ്. ഇത് കണ്ടിട്ട് ഒരു ആൻറ്റിനെ പോലെ ഉണ്ടല്ലോ, പക്ഷെ ഒരു മനുഷ്യനാണ്. അല്ല ഞാൻ എന്തിനാണ് ഇത് സത്യം പറഞ്ഞാൽ വരച്ചത്? ആ ഒരു പടം കാണുന്നതുകൊണ്ട് അത് നമ്മുടെ ബെറൂവിനെ പോലെ തന്നെയായിരുന്നു. ആ സമയത്താണ് ആ സ്കൂളിലുണ്ടായിരുന്ന ഗേറ്റിൽ നിന്ന് ഹണ്ടേഴ്സ് പുറത്തേക്ക് വരുന്നത്. അവർ പറയുന്നുണ്ട് റെയ്ഡ് സക്സസ്ഫുൾ ആയിരുന്നു, കിം ഹണ്ടർ എന്തായാലും നല്ല വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞങ്ങൾ എന്തായാലും ഡഞ്ചർ റൈഡൊക്കെ കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ ഞങ്ങൾക്ക് ഹണ്ടർ അസോസിയേഷനിലേക്ക് ഒരു റിപ്പോർട്ട് ചെയ്യാനുണ്ട്. എന്ത് പറ്റി? കാര്യം ഞങ്ങളൊരു പുതിയ ടൈപ്പ് മോൺസ്റ്റേഴ്സിൻ്റെ ഫ്രണ്ടിലേക്കാണ് ചെന്ന് കയറിയത്. അവരുടെ കണ്ണിലും വായിലൊക്കെ ബ്ലൂ കളർ ഫ്ലെയിംസ് ഉണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ലായിരുന്നു. അവരുടെ ക്ലോസ് കൊണ്ടൊക്കെയാണ് അറ്റാക്ക് ചെയ്തത്. പക്ഷേ വലിയ ഡാമേജ് ഒന്നും തന്നില്ല. എൻ്റെ മേത്ത് ചെറിയൊരു ഡാമേജ് കിട്ടിയെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. സോ അത് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ അറിയിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഈ സമയത്താണ് കിമ്മിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചെറിയൊരു ഡാമേജ് അവൻ്റെ അകത്തൂടെ പെട്ടെന്ന് ആ നീല ഫ്ലെയിം പുറത്തേക്ക് വരാൻ പോകുന്നത്. അവൻ എന്തോ പറ്റിയെന്ന് മനസ്സിലായി. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വെപ്പൺസ് താഴെ ഇട്ടു. കിം ഹണ്ടർ എന്ത് പറ്റി? അടുത്ത സെക്കൻഡിൽ തന്നെ കിം കയറി അവനെ ചാടിക്കയറി കടിച്ച് ആണ്ട് കൊന്നുകളയും. ഇത് കണ്ടോണ്ടിരുന്ന എല്ലാവരും ഞെട്ടിത്തരിച്ചു പോയി. അവർക്കൊന്നും അനങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അത് ആ ഡെഞ്ചിനിൽ കണ്ട പോലെയാണെന്ന് തന്നെ ഒരു ഹണ്ടർ പറയാൻ നേരത്ത് കിം അവനും കയറി അറ്റാക്ക് അങ്ങോട്ട് ചെയ്തിരുന്നു. ഈ സമയത്ത് അവരെല്ലാവരും ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങും. അവിടെയാട്ടെ ഒരു സൂംബി അപ്പോക്ലിപ്സ് എങ്ങനെയാണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം നടക്കുന്നത് സൂഹോയുടെ ക്ലാസ്സിൻ്റെ അടുത്താണ്. അവരെല്ലാവരും പോയി ജനലിൽ നോക്കുന്നുണ്ട്. അങ്ങനെ സൂഹോയും പോയി നോക്കുന്നതാണ് ശരിക്കും ഞെട്ടിപ്പോയത്. എല്ലാവരും പരസ്പരം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവർക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സൂഹോ പറയുന്നുണ്ട് അല്ല ഇതെന്താണ്? അടുത്ത് ഇന്ന് ഒരാളും പറയുന്നുണ്ട് അത് മോൺസ്റ്റേഴ്സ് അല്ലേ, അവരുടെ കണ്ണിൽ നിന്നൊക്കെ ബ്ലൂ ലൈറ്റ് വരുന്നുണ്ട്, ഡെഞ്ചർ ബ്രേക്ക് ഉണ്ടായ. ഈ സമയത്താണ് സുഹോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ്റെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ ഇതേപോലെ ഒരാളുണ്ടായിരുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ ചാടി സുഹോൻ്റെ ക്ലാസ്സിലേക്ക് വരുവാണ്. അങ്ങനെ അടുത്ത സെക്കൻഡിൽ തന്നെ സുഹോ എല്ലാവരോടും ഓടാൻ പറഞ്ഞുകൊണ്ട് അവിടുന്ന് ജീവനും കൊണ്ട് ഓടാനും തുടങ്ങും. എനിക്ക് കാലനങ്ങുന്നില്ല, എന്നെ ആരെങ്കിലും രക്ഷിക്കുമോ? പക്ഷേ ഇത് കാണുന്നത് സുഹോ പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്ക്, ഞാൻ എത്രയും പെട്ടെന്ന് ഹണ്ടേഴ്സിനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാണ് അവൻ നേരെ പുറത്തേക്ക് ഓടിയത്. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്? എനിക്ക് എന്തായാലും ഹണ്ടേഴ്സിനെ വിളിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. പക്ഷേ ഹണ്ടേഴ്സ് എന്തായാലും വരാനും പോകുന്നില്ല. അതിനർത്ഥം അവൾ അവിടെ കിടന്ന് മരിക്കുമെന്നല്ലേ? അല്ല എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നോൺ അവേക്കണല്ലേ. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും എൻ്റെ അച്ഛനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഈ സമയത്താകട്ടെ ആ ഒരു മോൺസ്റ്റർ ഈ പെണ്ണിൻ്റെ അടുത്തേക്ക് പതുക്കെ നടന്നു വരുന്നുണ്ടായിരുന്നു. അവളാട്ടെ പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു മോൺസ്റ്റർ അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് എന്തോ അവൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നത്. അടുത്ത സെക്കൻഡ് തന്നെ സുഖോ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ വെച്ച് അവൻ്റെ മുഖത്തേക്ക് അടിച്ച് ദൂരത്തേക്ക് വിടുവാണ്. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇതുപോലെ തന്നെ ചെയ്തുള്ളത്. എനിക്ക് പലവട്ടം പല ഡ്രീംസ് വന്നിട്ടുണ്ട്. ഞാനൊരു ഡഞ്ചനിൽ പോയി പലരെ അറ്റാക്ക് ചെയ്ത് അവസാനം ആ ഡഞ്ചൻ്റെ എൻഡിലേക്ക് ചെല്ലുന്നിടത്ത് അവിടെ എൻ്റെ അച്ഛനാണ് ഉണ്ടായിരുന്നത്. അതിനർത്ഥം എൻ്റെ അച്ഛൻ സ്ട്രോങ്ങർ ആണെന്നാണ്. എൻ്റെ അച്ഛൻ എന്ത് പോയാലും എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് കൈകാര്യം ചെയ്തെന്ന
അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ അച്ഛനെ പോലെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സുഹോ ആ ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ എടുത്തുകൊണ്ട് അവിടേക്ക് ഓടിയത്. അങ്ങനെ അവൻ അറ്റാക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഞാനിവിടെ കറക്റ്റ് കാര്യം തന്നെയല്ലേ ചെയ്തത്. ഈ സമയത്ത് അവൻ്റെ അറ്റാക്ക് കൊണ്ട് ആ ഒരു മോൺസ്റ്ററിന് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവൻ പറയുന്നുണ്ട്, കോപ്പ് അതൊരു മോൺസ്റ്ററാണ്, ഞാൻ ചെയ്യുന്ന അറ്റാക്സിനൊന്നും അവൻ്റെ മേത്ത് ഒരു ഡാമേജ് ചെയ്യലോ ഏൽക്കത്തുമില്ല. പക്ഷേ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ നേരത്താണ് സുഹോ ശരിക്കും ഞെട്ടിയത്. കാര്യം അവൻ്റെ ചുറ്റിനുള്ള സമയമെല്ലാം നിശ്ചലമായിരിക്കുവാണ്. പെട്ടെന്ന് ഒരു സ്റ്റാറ്റസ് വിൻഡോ അവൻ്റെ ഫ്രണ്ടിലേക്ക് വരും. അത് പ്ലെയർ ആകുമെന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അവൻ പറയുന്നുണ്ട്, ഇത് ഗെയിം പോലെ ആണെങ്കിൽ ഇതിവിടെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാതിരിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ അല്ലെങ്കിൽ ഇവിടെയുള്ള പലരും മരിക്കും. ഇവിടെ ഒരു ഹോപ്പ്ലെസ് ആയ സിറ്റുവേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ സുഹോ അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവനൊരു പ്ലെയറായി. അവൻ്റെ ഫ്രണ്ടിൽ പുതിയൊരു നോട്ടിഫിക്കേഷനും വരികയും ചെയ്യും. ഫ്രണ്ടിൽ കാണുന്ന അവരെ ഡിഫീറ്റ് ചെയ്യുക. സുഹോയ്ക്ക് മനസ്സിലായി ഇതൊരു ഗെയിം സിറ്റുവേഷൻ തന്നെയാണെന്ന്. അങ്ങനെ അവൻ പറയുന്നുണ്ട്, സോ ഇനി എന്തായാലും ഒരു കൈ നോക്കാം. അങ്ങനെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുവാണ്. ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് തൻ്റെ ഫ്രണ്ടിലുള്ള മിസ്റ്റ് ബേൺ എന്ന് പറയുന്ന 12 ഡീമൻസിനെ ഡിഫീറ്റ് ചെയ്യണം. ആ പെങ്കൊച്ചിനായിട്ട് സുഹോ ഓടാൻ പറയുന്നുണ്ട്. ഈ സമയത്താണ് അവൻ ഫ്രണ്ടിലേക്ക് നോക്കാൻ നേരത്ത് അവരുടെ തലയുടെ മുകളിൽ ചെറിയൊരു എഴുത്ത് വന്നിട്ടുണ്ട്. 2 പേര് അൺഅവേക്കാൻ മിസ്റ്റ് ബേണും ഒരാൾ ഡി റാങ്ക് അവേക്കാൻ മിസ്റ്റ് ബേണുമായിരുന്നു. അങ്ങനെ ഞാൻ പറയുന്നുണ്ട്, സോ ഇതാണല്ലേ എൻ്റെ ഒപ്പോണൻറ്റ്. അങ്ങനെ അവർ ഓടി വരാൻ നേരത്ത് സുഹോ പറയുന്നുണ്ട്, ഞാനിപ്പോൾ അവേക്കനായിട്ടുണ്ടെങ്കിൽ എനിക്കിവരെ ഡിഫീറ്റ് ചെയ്യാമെന്ന് പറയാൻ നേരത്താണ് ഒരുത്തൻ വരുന്നത്. അടുത്ത സെക്കൻഡ് തന്നെ സുഹോ തൻ്റെ കയ്യിലുണ്ടാകുന്നത് കൊണ്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് ചെയ്തതിന് ശേഷം ഒരു കിടിലൻ പഞ്ച് അങ്ങോട്ട് ചെയ്ത് കൊടുക്കും. ആ പഞ്ചിൻ്റെ പവർ കാരണം അവർ തെറിച്ച് റൂഫിൽ പോയി വീഴുവാണ്. സുഹോ പറയുന്നുണ്ട്, ഞാൻ ശരിക്കും അവേക്കണായോ? ഈ സമയത്താണ് അടുത്തൊരാൾ അവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. തൻ്റെ പവർ ഒന്ന് സംശയിച്ചുകൊണ്ട് സുഹോ ഒരു കിക്കും ചെയ്യും. ആ ഒരു കിക്കിൻ്റെ പവർ കാരണം അടുത്ത സെക്കൻഡിൽ തന്നെ അടുത്ത ആളെ അവൻ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. 2 പേരെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. സുഹോ ലെവലപ്പ് ആയിട്ടുണ്ട്. റിവാർഡ്സ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ സുഹോ ആ 3ാമത്തെ ആളെ കയറി ഇടിക്കുവാണ്. അവൻ പറയുന്നുണ്ട്, ഞാനിവിടെ അവേക്കനായിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന്. പക്ഷേ ആ ഒരു ഡി റാങ്ക് അവേക്കാൻ മിസ്റ്റ് ബേൻ്റെ ഫ്രണ്ടിൽ അവന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. എൻ്റെ അറ്റാക്ക് അവൻ വിസ്റ്റാൻഡ് ചെയ്തു. അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ സുഹോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഡോഡ് ചെയ്യാൻ നേരത്ത് ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സുഹോയുടെ നെഞ്ചത്ത് വലിയൊരു അറ്റാക്ക് തന്നെ വീഴുകയും ചെയ്യും. അന്നേരെ ആ ഒരു മോൺസ്റ്ററിനെ ചവിട്ടി ബാക്കിലേക്ക് പോകുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, അതിൻ്റെ നെഞ്ചത്ത് വന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനും അവരെ പോലെ ഒരു മോൺസ്റ്ററായി മാറുമെന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് അത് സംഭവിക്കുന്നത്. അവൻ്റെ ശരീരം തന്നെ ഹീലാകാൻ തുടങ്ങും. ചുരുക്കം പറഞ്ഞാൽ ടോക്സിക് ഉള്ള സബ്സ്റ്റൻസ് സുഹോയുടെ ശരീരത്ത് വരാൻ നേരത്ത് തന്നെ ഹീലാകും. അത് സിസ്റ്റത്തിൻ്റെ ഒരു സെറ്റിങ്സ് ആയിരുന്നു. അങ്ങനെ ആ ഒരു മോൺസ്റ്റർ സുഹോനെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. അവനെ പിടിച്ച് താഴത്തേക്ക് കിടത്തുവാണ്. സുഹോ പറയുന്നുണ്ട്, ഇവൻ ഒരു ഡി റാങ്ക് അവേക്കനാണ്. അതിനർത്ഥം എനിക്ക് ഇവനൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു റാങ്കർ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പതക്റ്റ് സ്റ്റേറ്റിൽ തന്നെയാണല്ലേ, എനിക്കിവിടെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഈ സമയത്ത് ആ ഒരു മോൺസ്റ്റർ സുഹോനെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്, അതായത് മുഖാമുഖം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ പറയുന്നുണ്ട്, അക്സെപ്റ്റ് റിവാർഡ്സ്. അങ്ങനെ അവന് കുറച്ച് പോയിന്റ്സ് കിട്ടും. അവൻ്റെ സ്ട്രെങ്ത് 11 നിന്ന് 14 ആക്കി അവൻ നേരെ ഇവനെ ചവിട്ടി മുകളിലേക്ക് എറിയുവാണ്. അടുത്ത സെക്കൻഡ് തന്നെ സുഹോ പോയി ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു അറ്റാക്കിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ പോയാൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ലെന്ന് സുഹോയ്ക്ക് മനസ്സിലായി. അവൻ പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നെ 14 നിന്ന് 19 എൻ്റെ സ്ട്രെങ്ത് ആക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ബാക്കിയുള്ള പോയിന്റ്സും അവൻ യൂസ് ചെയ്യും. എന്നിട്ട് ഒരു കിടിലം പഞ്ച് വെച്ച് അവനെ കൊടുക്കും. എന്നിട്ട് താഴത്തേക്ക് ഡോഡ് ചെയ്ത് അവൻ നിർത്താതെ ആ ഒരു മോൺസ്റ്ററിന്റെ വയറ്റിലേക്ക് ഇനി ഇടിച്ചുകൊണ്ടേയിരിക്കുവാണ്. നിർത്താതെ ഇടിച്ചിടിച്ചിടിച്ച് അവസാനം സുഹോ ഓടേണ്ടെന്ന ഒരു കോൺക്രീറ്റ് വാളും പൊട്ടിച്ച് അവനെ ഇടിച്ചുകൊണ്ട് നേരെ ബാക്കിലേക്ക് വരുവാണ്. അങ്ങനെ അവസാനം ഒരു കിടിലം പഞ്ച് കൊടുത്ത് അവനെ തെറിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു നോട്ടിഫിക്കേഷൻ സുഹോയുടെ ഫ്രണ്ടിൽ വരും. അവൻ ആ ഒരു ഡി റാങ്ക് മിസ്റ്റ് ബെന്നെ ഡിഫീറ്റ് ചെയ്തു. അവൻ വീണ്ടും ലെവലപ്പ് ആയിട്ടുണ്ട്. ഞാൻ വിജയിച്ചിരിക്കുന്നു, അതിനർത്ഥം ഞാൻ ഒരു അവേക്കൺ പേഴ്സൺ ആയെന്നല്ലേ. ഈ സമയത്ത് സുഹോയ്ക്ക് വളരെയധികം കോൺഫിഡൻസ് ആയി. അവൻ നേരെ പുറത്തേക്ക് ഓടുന്നുണ്ട്. കാര്യം ബാക്കിയുള്ളവരെ രക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. ഈ സമയത്താണ് പുറത്ത് നിന്ന് നമ്മുടെ കിം ഹണ്ടർ ഉണ്ടായിരുന്നല്ലോ, ഈ മിസ്റ്റ് ബേൺ ബാധിച്ച. അവൻ നേരെ അവിടേക്ക് ഓടി വന്നിട്ട് മുകളിലേക്ക് ചാടുന്നുണ്ട്. സുഹോ താഴത്തേക്ക് നോക്കുന്നിടത്ത് അവൻ കാണുന്നത് ഈ കിം ഹണ്ടർ തൻ്റെ സോഡുമായിട്ട് സുഹോയുടെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതാണ്. അവന് മനസ്സിലായി കിം ഒരു റാങ്ക് 100 ആണ്. അടുത്ത സെക്കൻഡ് അവിടെ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ സംഭവിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, അങ്ങനെ സോളോ ലെവലിംഗ് റാഗ്നറോക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നാളെ തന്നെ സെക്കൻഡ് എപ്പിസോഡും വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നാളത്തെ എപ്പിസോഡിൽ ഒരു കിടിലൻ ആളാണ് തിരിച്ചു വരാൻ പോകുന്നത്. ആളാരാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ സാധിക്കുമോ? താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കണ്ട. പിന്നെ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കണ്ട.